ഇന്ന് സംവാദം നടത്തുന്ന ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്നുകൊണ്ടാണ്, വർക്കല ക്ലിഫിൽ നിന്നുകൊണ്ടാണ് ഈ തത്സമയ സംവാദം. ഞാൻ വോട്ടർമാരിലേക്ക് പോകുന്നു. അവർക്ക് ഒട്ടേറെ കാര്യങ്ങൾ പറയാനുണ്ട്. എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ ഈ ഗ്യാസിന്റെ വില, പെട്രോളിന്റെ വില, ഇതിലൊന്നും ഒരു അതൃപ്തിയും ഇല്ല എന്നാണ് നേരത്തെ സംസാരിച്ചത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പറഞ്ഞു. എന്താണ് ചോദ്യം? ആരോടാണ്? അല്ലല്ല, ചോദ്യം ചോദിക്കട്ടെ. ചോദിക്കട്ടെ. ഞാൻ സംസാരിക്കട്ടെ. താങ്കൾക്ക് ഒരു വിചാരമുണ്ട്, നമ്മൾ പറയുന്ന ആൻസറുകൾ താങ്കൾക്ക് ശരിയായതുകൊണ്ട് കേൾക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് സമാധാനത്തോടെ പറയുന്നത് ചോദ്യം ചോദിക്കൂ. ഇല്ല, അവരുടെ അലമുറ കേൾക്കില്ല, മൈക്കില്ലാത്തതുകൊണ്ട് ഓണേർ പോവില്ല. ചോദ്യം ചോദിക്കൂ. ആരോടാണ് ചോദ്യം? ഇവിടുത്തെ LDF UDF പ്രതിനിധികളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവിടെ എനിക്ക് കാണാൻ സാധിച്ചത് ഒരു ഇന്ത്യ മുന്നണിയാണ്. തുടക്കത്തിൽ തന്നെ അവരതാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. ഇപ്പൊ കേരളത്തിനകത്തും ഉണ്ടെന്നുള്ളത് വ്യക്തമായിട്ടുണ്ട്. അപ്പൊ ഇവിടെ മാറി ചോദ്യം എന്താണ്? ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ. ചോദ്യം വേണ്ടേ? ചോദ്യം വേണ്ടേ? ഇവിടെ LDFന്റെ ഒരു പ്രതിനിധിയായിട്ട് ഒരു MLA ഉണ്ട്, UDFന്റെ പ്രതിനിധിയായിട്ട് ഒരു MP ഉണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട സമ്പത്ത് മുൻ MP പറയുണ്ടാക്കി ഇവിടെ ശ്രീനാരായണ ഗുരുവിന്റെ മണ്ണാണ്, സത്യമാണ്. ഇവിടെ അതിനോടൊപ്പം തന്നെ ജനാർദ്ദന സ്വാമിയുടെ പാദസ്പർശമേറ്റ മണ്ണാണ്. ഇത് രണ്ടും നമുക്ക് വർക്കലയെ കൊടുമുടിയിലെത്തിക്കുന്ന ഈ രണ്ട് കാര്യങ്ങൾ വളരെ വാസ്തവമാണ് പറഞ്ഞത്. എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ എന്ത് വികസന പ്രവർത്തനമാണ് ശ്രീനാരായണ ഗുരുവിന്റെ ഈ മണ്ണിൽ ഉണ്ടാക്കിയത്? ജനാർദ്ദന സ്വാമിയുടെ പാദസ്പർശമേറ്റ ഈ കുന്നുകൾ, പൈതൃകമായിട്ടുള്ള കുന്നുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് വികസനമാണ് MLA MP ചെയ്തിട്ടുള്ളത്? അടുത്തത് ഈ ചോദ്യം സമ്പത്തിനോട് രണ്ടുപേരോടുമാണ് ചോദ്യം. ശരി. ഒരു ചോദ്യം കൂടി. ശരി, ചുരുക്കി പറയണം. ഒരാൾക്ക് മാത്രം അങ്ങനെ. ശരി. 170 കോടി രൂപയോളം വി മുരളീധരൻ എന്ത് ചെയ്തതിന്റെ അർത്ഥമാണ് ഞാൻ പറയാൻ പോകുന്നത്. 170 കോടിയോളം രൂപ വർക്കല ശിവഗിരി റെയിൽവേ സ്റ്റേഷന് അദ്ദേഹത്തിന്റെ റെയിൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ യാത്രയിൽ പൂർത്തീകരിച്ചു. അല്ലേ? ഞാൻ പറയട്ടെ, അദ്ദേഹത്തിന് നമുക്ക് കാണാൻ പോലും സാധിച്ചിട്ടില്ല. പറയട്ടെ. സംസാരിച്ചോളൂ. ചേട്ടാ, മൈക്ക് അടുപ്പിച്ച് വെച്ച് സംസാരിക്കും. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കേൾക്കണ്ടേ? ഞാൻ പറയുന്ന ചോദ്യം ചോദിക്കട്ടെ. ഇതെന്തിനാണ് നിങ്ങൾ ഈ ചർച്ച ഇങ്ങനെ തടസ്സപ്പെടുത്തരുത്? ചോദ്യം. ഇവിടെ നമ്മുടെ MP ഞാൻ ഈ മത്സരത്തിന്റെ ഇവിടെ നിലവിൽ കണ്ടിട്ടേ ഇല്ല. അദ്ദേഹത്തിന്റെ ഹൈമാക്സിന്റെ പേര് വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ. അത് പോട്ടെ. ഇവിടെ നിലവിലൊരു MLA ഉണ്ട്. അദ്ദേഹം നേരത്തെ ചോദിച്ചു, കേന്ദ്ര സർക്കാർ പ്രവാസികൾക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്തിട്ടുള്ളതെന്ന്. എനിക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. നമ്മുടെ കോവിഡ് സമയത്ത് ബഹുമാനപ്പെട്ട MLA ജോയ് പറയുണ്ടായി, പ്രവാസികൾ ഇങ്ങ് വന്നാൽ മതി, ഇവിടെ എല്ലാ സംരംഭങ്ങളും റെഡിയാണെന്ന്. കായൽപ്പുറത്ത് കുറേയേറെ പ്രോപ്പർട്ടി മേടിച്ചൊക്കെ കളഞ്ഞിരിക്കുകയാണ്. ബാക്കി അവിടെ എന്ത് സംരംഭമാണ് നിങ്ങൾ പ്രവാസികൾക്ക് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നത്? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇവിടെ നമുക്കറിയാം ഒരു പ്രകൃതി ചികിത്സാ കേന്ദ്രമുണ്ട്. നിങ്ങൾ കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തു എന്നുള്ള മറുപടിയാണ് ഞാൻ പറയുന്നത്. അവിടെ 13 കോടിയോളം രൂപ അവിടെ അനുവദിച്ചിട്ടുണ്ട്. ഞാൻ പറയാറുന്ന പോയിന്റ് പറഞ്ഞു. 13 കോടി രൂപ വർക്കല തൊട്ടപ്പുറത്തുള്ള പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിന് വേണ്ടി MPയുടെ പേര് അടൂർ പ്രകാശ് എന്നാണ്. ഒരു സംശയമില്ല. അടൂർ പ്രകാശ് നൽകിയ മറുപടിയിലേക്ക്. അല്ലല്ല, അങ്ങനെ ഒരാൾക്ക് തന്നെ എല്ലാ ചോദ്യങ്ങളും ചോദിക്കാൻ പറ്റില്ല. മറുപടി കേൾക്കണ്ടേ? മറുപടി. പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിന്റെ ഫണ്ട് അത് ഇടപെടൽ നടത്തിക്കൊണ്ട് ഇവിടെയും നാവായിക്കുള്ള ESI അടക്കം, ആറ്റിങ്ങൽ ബൈപ്പാസ് അടക്കമുള്ള വലിയ പദ്ധതികൾ ISRO എന്താ ആറ്റിങ്ങൽ ബൈപ്പാസ് ഇല്ലേ? ഇവിടത്തെ ഇടതുപക്ഷ എനിക്ക് സമയം. ആറ്റിങ്ങൽ ബൈപ്പാസ് NH66 എന്താ ശ്രീ പറയാം. അസഹിഷ്ണുത പാടില്ല. ഇവിടെ കഴിഞ്ഞ 1-2 ചർച്ചയില് ശ്രീ സമ്പത്ത് പറഞ്ഞു ഇവിടെ ആറ്റിങ്ങൽ ബൈപ്പാസേ ഇല്ലാന്ന്. അവസാനം കഴിഞ്ഞ ചർച്ചയിൽ നിതിൻ ഗഡ്കരി ആറ്റിങ്ങൽ ബൈപ്പാസിനെ കുറിച്ച് അടൂർ പ്രകാശ് എഴുതിയ കത്ത് കണ്ടപ്പോഴത്തേക്കും ഞാൻ പറയട്ടെ, അതിനുള്ള മറുപടി പറയാം. കേക്കട്ടെ. പിന്നെ ഒരു MP ചോദിച്ചാ ചേച്ചി മന്ത്രി കത്ത് കൊടുക്കണ്ടേ?
MP ചോദിച്ചപ്പോ മന്ത്രി കത്ത് കൊടുക്കണ്ടേ? പറഞ്ഞപ്പാ അടൂർ ഡിയർ ശ്രീ അടൂർ പ്രകാശ് ജി, നിങ്ങൾ ഉന്നയിച്ച കാര്യം റൂൾ 377 ഞാൻ പരിശോധിച്ചു. അതുകൊണ്ട് ആറ്റിങ്ങൽ ബൈപ്പാസ് NH66 എന്നുള്ളത് പ്രയോറിറ്റിയാണ്. 3A നോട്ടിഫിക്കേഷൻ, ഇതിന് മുമ്പുള്ള MP 3A നോട്ടിഫിക്കേഷൻ ഒന്നും ചെയ്യാതെ 3D നോട്ടിഫിക്കേഷൻ വരാതെ അതിനുശേഷം ആദ്യം MP ആയതിനു ശേഷം 1 വർഷം പ്രവർത്തിച്ച് 2020 3D നോട്ടിഫിക്കേഷൻ വന്ന് ഇന്ന് ആ ബൈപ്പാസ് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അതിന് 100% ക്രെഡിറ്റും അടൂർ പ്രകാശിന് തന്നെയാണ്. ചികിത്സാ കേന്ദ്രത്തിന്റെ 100% ക്രെഡിറ്റും നാവായിക്കുളത്തായി 20 വർഷമായി നടക്കാതിരുന്ന ESI സെന്റർ 15 കോടി രൂപ ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗുണം അടൂർ പ്രകാശ് തന്നെയാണ്. ഒരു സംശയം. ശരി, ESI സെന്ററിന്റെ കാര്യം അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. ഇനി ശ്രീ സമ്പത്ത് താങ്കൾ പ്ലീസ് അതേ മറുപടി പറയട്ടെ. ഇനി ഞാനൊന്ന് പറഞ്ഞോട്ടെ. കേട്ടല്ലോ. അപ്പോ നിങ്ങൾക്കെല്ലാം ആ ഒരു ക്ഷമാശക്തി ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തിൽ ഇതേ നിതിൻ ഗഡ്കരി മറുപടി പറയട്ടെ പ്ലീസ്. നിതിൻ ഗഡ്കരി നിങ്ങളുടെ പാർലമെന്റ് അംഗമായി 17ാം ലോക്സഭയിൽ ഉണ്ടായിരുന്ന ഒരുത്തൻ അയച്ച കത്താണ്. ഈ കത്ത് ഞാനാണ്, അതുകൊണ്ട് എന്നെ തന്നെയാണ് ഒരുത്തനെന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ തന്നെ ഒരുത്തനെന്ന് ആ ഒരുത്തൻ ഞാൻ തന്നെയാണ്, വേറെ ആരും വിചാരിക്കേണ്ട. ഞാൻ എന്നെ തന്നെയാണ് പറഞ്ഞത്. ഞാൻ ഒരുത്തൻ ഞാൻ തന്നെയാണ്. ജൂൺ മാസം 14-ാം തീയതി 2018 ആണ്ട് ജൂൺ മാസം 14-ാം തീയതി 2018 ആണ്ട് ഈ മണ്ഡലത്തിനെ പ്രതിനിധീകരിച്ചിരുന്ന ആ ആളിൻ്റെ പേര് സമ്പത്ത് എന്ന് തന്നെയാണല്ലോ. ഇത് സംബന്ധിച്ച് ശ്രീ നിതിൻ ഗഡ്കരി കത്തയക്കുകയാണെങ്കിൽ അന്നെന്തായാലും എനിക്കാണല്ലോ കത്തയക്കുക. ഇവിടെ ഈ കേരളത്തിൻ്റെ തെക്കേയറ്റം മുതൽ വടക്കേയറ്റം വരെ ഇത്തരത്തിൽ നാഷണൽ ഹൈവേ, പുതിയ നാഷണൽ ഹൈവേ 66 നിർമ്മിക്കുന്നതിന് കിഫ്ബിയിൽ നിന്ന് 5480 കോടി രൂപ കൊടുക്കേണ്ടി വന്നത് ഇന്ത്യയിൽ ഒരേ ഒരു സംസ്ഥാനത്തിന് മാത്രമാണ്. കേന്ദ്ര ഗവൺമെന്റ് കപ്പം പിരിക്കുകയാണ് കേരളത്തിൽ നിന്ന്. എന്നാണ് പുതിയ നാഷണൽ ചർച്ചകളിലും ആറ്റിങ്ങൽ ബൈപ്പാസ് വന്നിട്ടുള്ളത്. ഇതിനു മുമ്പുള്ള 2 ചർച്ചകളിൽ ഞാൻ അവർക്കൊരു മറുപടി കൂടെ കൊടുത്തു. UDFന്റെ ഗവൺമെന്റിന്റെ കാലത്ത് റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിയുടെ പേരറിയാമോ? ആരാണിത് മുടക്കിയത് എന്നുള്ളതിനെ പറ്റി. തമ്മിലുള്ള തർക്കം കേരളത്തിലെ സ്പീക്കർ ആരായിരുന്നു എന്നുള്ളതും അറിയാമല്ലോ. ഇദ്ദേഹം MP ആയിരുന്ന അവസാനം 2019 വരെ താങ്കൾ MP ആയിരുന്നു. ഇവിടെ 2016 മുതൽ LDF സർക്കാർ. അപ്പോൾ അതാരും തടസ്സപ്പെടുത്തി. LDF ഭരണത്തിൽ ശ്രീ സമ്പത്തിന് LDF ഭരണത്തിൽ ശ്രീ സമ്പത്തിന് 2016 മുതൽ 19 വരെ ചെയ്യാൻ കഴിയാത്ത കാര്യം ശ്രീ അടൂർ പ്രകാശ് ഇവരുടെ സർക്കാർ ചെയ്തു. ഞാനെന്ന് പറഞ്ഞു, ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിരുന്ന ആളും ഞാൻ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തോട് പരാജയപ്പെട്ട ആളായതുകൊണ്ട് ഞാനൊരു വ്യക്തിപരമായ പരാമർശം നടത്തുന്നില്ല. എൻ്റെ ദൗർബല്യമായത് കാണണ്ട. ഞാൻ അത്തരത്തിൽ മത്സരിച്ച ആളും ഞാൻ പരാജയപ്പെട്ട ആളുമാണ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഇപ്പൊ സ്ഥാനാർത്ഥിയാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ വ്യക്തിപരമായ ഒരു പരാമർശം നടത്തുന്നില്ല. എന്റെ ദൗർബല്യമായ ആരും കാണണ്ട. ഇത് രാഷ്ട്രീയമാണ്. ആരെയും വല്ലാതെ അങ്ങ് പ്രകീർത്തിക്കണ്ട. ആരെയും അങ്ങനെ വല്ലാതെ പ്രകീർത്തിച്ച് തലയിലേക്ക് തൊപ്പി വെച്ചു കൊടുക്കണ്ട. ഇവിടെ BJP ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം വികസന പ്രവർത്തനങ്ങൾ നടന്നില്ല എന്നാരും പറയുന്നുമില്ല. LDF ഗവൺമെന്റിന്റെ കാലത്ത് വികസന പ്രവർത്തനങ്ങൾ നടന്നില്ല എന്ന് ആരും പറയണ്ട. UDF ഗവൺമെന്റിന്റെ കാലത്തും ഒരു വികസന പ്രവർത്തനവും നടന്നില്ല എന്ന് ആരും പറയണ്ട. ഈ കേരളമായതും ഇന്ത്യ ആയതും കാലാകാലങ്ങളിൽ മാറി വന്നിട്ടുള്ള ഗവൺമെന്റുകൾ, ഭരണാധികാരികൾ ജനങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. അല്ലാതെ ആകാശത്തു നിന്ന് പൊട്ടി വീണതൊന്നുമല്ല. ചില ആളുകൾക്കൊരു ധാരണയുണ്ട്, ഞങ്ങൾക്ക് മുമ്പേ അതെല്ലാം ശൂന്യതയും ഞങ്ങൾക്ക് പിന്നീട് പ്രളയവുമാണെന്നൊക്കെ തോന്നിപ്പോവും. ഇവിടെ വർക്കലയിൽ ഒരു റെയിൽവേ അണ്ടർ ബ്രിഡ്ജ് ഉണ്ടല്ലേ, വയസ്സ് 28 കാണൂല. 1996 രാംവിലാസ് പാസ്വാൻ അത് അനുവദിച്ചു തന്നു. അന്ന് പാർലമെന്റ് അംഗമായിരുന്നു, ചിറയൻകീഴിന്റെ ലോക്സഭാ അംഗം ഞാനായിരുന്നു. പൂർത്തീകരിച്ച വർക്കല രാധാകൃഷ്ണന്റെ കാലത്ത് ഇവിടെ ഒരു റെയിൽവേയുടെ റിസർവേഷൻ സെന്റർ ഉണ്ട്. ആ റെയിൽവേ റിസർവേഷൻ സെന്ററിന്റെ പണി തുടങ്ങിയതും പൂർത്തീകരിച്ചതും ഈ ഉള്ളവന്റെ കാലത്ത് തന്നെയാണ് അതെല്ലാം ചെയ്തത്. ഒന്നും ആരും ചെയ്തില്ല എന്ന് പറയണ്ട. ഒറ്റ സെക്കൻഡ്. ഇന്ത്യയിൽ ആദ്യമായി ഗ്രാമപഞ്ചായത്ത് തലം വരെ പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾ ഓടുന്ന ആംബുലൻസ് ഉള്ള ഇന്ത്യയിൽ ആദ്യത്തെ മണ്ഡലം അത് ഈ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലമാണ്. നമ്മുടെയൊക്കെ വീട്ടുകളിലെ കിടപ്പ് രോഗികളുണ്ട്. രാഷ്ട്രീയം നോക്കിയല്ല വരുന്നത്. ശരി.
ശരി, അപ്പോൾ എനിക്കൊരു ചോദ്യം താങ്കളോട് ചോദിക്കാനുണ്ട്. അതായത് ഞാൻ അങ്ങോട്ടേക്ക് എത്താം. എനിക്കൊരു ചോദ്യമുള്ളത്, ഇപ്പോൾ കഴിഞ്ഞ തവണ നമുക്കറിയാം ശോഭാ സുരേന്ദ്രൻ എന്ന സ്ഥാനാർത്ഥി ഞെട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ കേന്ദ്രങ്ങളെ പോലെ ഞെട്ടിച്ചെന്ന തരത്തിലേക്ക് 2.5 ലക്ഷത്തിലേറെ ഭൂരിപക്ഷം എന്നുള്ളത് അവരെ സംബന്ധിച്ച് അത് ഒരു വലിയ നേട്ടമാണ്. അത് വ്യക്തിപരമായി അവർക്ക് കിട്ടുന്ന വോട്ടുകൾ എന്നൊക്കെ അന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കേന്ദ്രമന്ത്രി തന്നെ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് അതിൽ കുറഞ്ഞ ഒരു ഭൂരിപക്ഷം എന്തായാലും വോട്ടുകൾ കിട്ടുക എന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതിൽ കുറഞ്ഞു പോവുക എന്നുള്ളത് വലിയ നാണക്കേടാണ്. അപ്പം നിങ്ങൾ എന്താണ് ഈ വികസനത്തിന്റെ കാര്യം, നിങ്ങൾ ഈ മുഴുവൻ വികസനവും നിങ്ങളുടെ ക്രെഡിറ്റിലാക്കിക്കൊണ്ടുള്ള ഒരു തരം പ്രചാരണമാണോ നിങ്ങൾ ഇവിടെ നടത്തുന്നത്? അങ്ങനെ ആക്കേണ്ട കാര്യമില്ല, അത് വാസ്തവമാണല്ലോ. കാരണം ഇപ്പൊ ഇവിടെ തർക്കം നടന്നത് ബഹുമാനരായ മറുപടി പറയട്ടെ, ബഹുമാനരായ ശ്രീ സമ്പത്ജിയും ശബരിനാഥ്ജി അവർ രണ്ടുപേരും തർക്കിച്ചത് ഏത് വിഷയത്തിലാണ്? ഏത് വിഷയത്തിലാണ്? ആ വിഷയം എന്ന് പറഞ്ഞാല് ആ വിഷയം ഞാൻ പറഞ്ഞാൽ കാര്യമുണ്ട്. കാരണം ചിലപ്പോ എനിക്ക് ജി എന്ന് വിളിച്ച് ഇവരോട് സഹകരിക്കേണ്ടതായിട്ട് വരും എന്നുള്ള ആ ഒരു ഇതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴേ വിളിച്ചു തുടങ്ങിയത്. അല്ല, ഇവര് രണ്ടുപേരും പറഞ്ഞ് തർക്കിച്ചത് INDI മുന്നണിയുടെ ഭാഗമാണ്. ഒരേ മുന്നണിയുടെ 2 രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ തർക്കിച്ചത് ഹൈവേ വികസനത്തിനെ സംബന്ധിച്ചാണ്. ഈ ഹൈവേ വികസനം കാശ്മീർ മുതൽ കന്യാകുമാരി വരെ രാജ്യത്ത് ആകമാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ആറ്റിങ്ങൽ വന്ന ബൈപ്പാസിനെ വല്ലാതെ മേഡം കഴിഞ്ഞതിന് 80,000 വോട്ട് പിടിച്ച ഞങ്ങള് അതിന്റെ അടുത്ത ഇലക്ഷനിൽ 2.5 ലക്ഷം വോട്ട് പിടിച്ചു. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അതിന്റെ ഒരേ ഇരട്ടിയും കൂടെ പിടിച്ചുകൊണ്ട് വി മുരളീധരൻ ഇവിടെ വിജയിക്കാൻ പോവുകയാണ്. അതിന് യാതൊരു സംശയവുമില്ല. ഇവിടെ ഉള്ള ജനങ്ങള് ഇപ്പൊ നമുക്കറിയാം, ഈ നാട് 1956 കേരളം രൂപീകരിക്കുമ്പോൾ കേരളത്തിന്റെ ആസ്തി 5000 കോടിയായിരുന്നു. യാതൊരു കടവുമില്ലായിരുന്നു. ലക്ഷക്കണക്കിന് രൂപയുടെ പൊതുകടം. ഇപ്പൊ പറയുന്ന ഏത് പോക്കറ്റിൽ നിന്നാണ് ആ വോട്ട് ചോരുക? അല്ല, അത് നമുക്ക് വരാൻ പോകുന്ന വോട്ട് നല്ലവരായ CPM സുഹൃത്തുക്കളെയും കോൺഗ്രസ് സുഹൃത്തുക്കളെയും വോട്ടാണ് BJPക്ക് വരാനായിട്ട് പോകുന്നത്. സംശയമില്ല. ശരി 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 ഞാൻ എനിക്കൊരു ഇടവേള കൂടി അനിവാര്യമായുണ്ട്. ഞാൻ വേഗം ഒരു ചെറിയ ഇടവേള എടുത്തതിന് ശേഷം തിരികെ എത്താം. ബ്രേക്ക്.